നമസ്കാരം. എല്ലാ പ്രിയ +2 തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ സോഷ്യോളജി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സഹായകരമായ രീതിയിലുള്ള ഒരു മോഡൽ ചോദ്യപേപ്പർ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ ചോദ്യം, പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണെന്നാണ്. മാക്സ് വെബർ ആണ്. പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? മാക്സ് വെബർ. പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? മാക്സ് വെബർ. ചോദ്യം 2, താഴെ പറയുന്നവയിൽ സീറൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം ഏതാണെന്നാണ്. സമൂഹശാസ്ത്ര സങ്കല്പമാണ്. സീറൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം സമൂഹശാസ്ത്ര സങ്കല്പം. ഇപ്പോൾ 2 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പദവി ചിഹ്നം മാക്സ് വെബർ, സീറൈറ്റ് മിൽസ് സമൂഹശാസ്ത്ര സങ്കല്പം. മൂന്നാമത്തെ ചോദ്യം, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നതാണ് ചോദ്യം. ഉത്തരം ഗ്ലോക്കലൈസേഷൻ. ഗ്ലോക്കലൈസേഷനാണ് ഉത്തരം. ഗ്ലോക്കലൈസേഷൻ. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കലൈസേഷൻ. അപ്പോൾ ഗ്ലോക്കലൈസേഷൻ എന്താണ്? ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലോക്കലൈസേഷൻ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ബംഗാൾ ഗസറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. അഞ്ചാമത്തെ ചോദ്യം, മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണെന്നാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. എന്ത്? മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ആറാമത്തെ ചോദ്യം, ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു എന്നാണ്. ഉത്തരം ലിംഗാനുപാതം. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെ ലിംഗാനുപാതം എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ +2 തുല്യതാ സോഷ്യോളജി പരീക്ഷയിലെ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മാതൃകാ ചോദ്യപേപ്പറാണ്. ഇതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യും, ആവർത്തിച്ച് ചോദിക്കും. പഠിച്ചാൽ പാഴാവില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ക്ലാസ് കേട്ട് എഴുതി വെക്കണം, നോട്ട് എഴുതി വെച്ച് പഠിക്കണം. ആദ്യ ചോദ്യം പദവി ചിഹ്നമാണ്. പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? മാക്സ് വെബർ. അപ്പോൾ ഇതാണ് ഇങ്ങനെ പഠിക്കണം. പദവി ചിഹ്നം മാക്സ് വെബർ. പദവി ചിഹ്നം മാക്സ് വെബർ. രണ്ടാമത്തെ എന്താണ്? സീറൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം സമൂഹശാസ്ത്ര സങ്കല്പം. അപ്പോൾ സീറൈറ്റ് മിൽസ് സമൂഹശാസ്ത്ര സങ്കല്പം. സീറൈറ്റ് മിൽസ് സമൂഹശാസ്ത്ര സങ്കല്പം. മൂന്നാമത്തെ നോക്കൂ, എന്താ ഗ്ലോക്കലൈസേഷൻ പറഞ്ഞത്? നമ്മൾ ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയാണെന്ത്? ഗ്ലോക്കലൈസേഷൻ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ബംഗാൾ ഗസറ്റാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ബംഗാൾ ഗസറ്റ്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണെന്നാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആറാമത്തെ ചോദ്യം, ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നതാണ് ചോദ്യം. ഉത്തരം ലിംഗാനുപാതം. അപ്പോൾ നമ്മളിത് പഠിച്ച പരീക്ഷയിൽ ഇപ്പോൾ ലിംഗാനുപാതം എന്നാലും നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്ലോക്കലൈസേഷൻ എന്നാലും നേരിട്ട് എന്നാലും അങ്ങനെ 2 മക്കളും ചോദിക്കാം. അപ്പോൾ എന്തായാലും ഈ കണ്ടൻറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേട്ട് പഠിക്കണം, എഴുതി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 6 ചോദ്യം മനസ്സിലായല്ലോ. ഒന്നെന്താണ്? പദവി ചിഹ്നം മാക്സ് വെബർ. സീറൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ടത് സമൂഹശാസ്ത്ര സങ്കല്പം. ഗ്ലോക്കലൈസേഷൻ എന്താണ്? ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കലൈസേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രം ഏതായിരുന്നു? ബംഗാൾ ഗസറ്റ്. അടുത്തത് മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പറഞ്ഞത്.
ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ടെന്ന് കണക്കാക്കുന്നതിന് എന്ത് വിളിക്കും നമ്മൾ? ലിംഗാനുപാതം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, 7ാമത്തെ ചോദ്യം. ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഡാഷ് ഊന്നൽ നൽകുന്നു എന്നാണ് സാമൂഹ്യ ജനസംഖ്യാ ശാസ്ത്രം എന്നാണ് ഉത്തരം. ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഡാഷ് ഊന്നൽ നൽകുന്നു എന്നുള്ള ചോദ്യം. അതിന് ഉത്തരം സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. ഇത് പേജ് നമ്പർ 26 പറയുന്നുണ്ട്. പേജ് നമ്പർ 26 തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്ത് നൽകുന്നു? ഊന്നൽ നൽകുന്നു എന്നുള്ളത്. 8ാമത്തെ ചോദ്യം നോക്കൂ. 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ അധ്യക്ഷൻ ആരാന്നാണ്? BP മണ്ഡലാണ്. ഓക്കെ, 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? BP മണ്ഡൽ. നമ്മൾ മണ്ഡൽ കമ്മീഷനെ കേട്ടില്ല നിങ്ങൾ? BP മണ്ഡലാണ് 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം BP മണ്ഡൽ. അപ്പോൾ പഠിക്കുക, 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? BP മണ്ഡൽ. 9ാമത്തെ ചോദ്യം നോക്കൂ. ഭരണഘടനയിലെ ഡാഷ് അനുച്ഛേദം അനുസരിച്ച് ഗവൺമെൻറ് അയിത്തം നിരോധിച്ചു. ഭരണഘടനയിലെ ഡാഷ് അനുച്ഛേദം അനുസരിച്ച് ഗവൺമെൻറ് അയിത്തം നിരോധിച്ചു. ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് അയിത്തം നിരോധിച്ചത്. ഗവൺമെൻറ് അയിത്തം നിരോധിച്ചത് ആർട്ടിക്കിൾ 17 പ്രകാരമാണ്. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് ഗവൺമെൻറ് അയിത്തം നിരോധിച്ചത്. അപ്പോൾ 9ാമത്തേന് ഉത്തരം ആർട്ടിക്കിൾ 17 ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കൂ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയാണ് ഡാഷ് എന്നാണ് ഉത്തരം. സാമൂഹ്യ ബഹിഷ്കരണം. സാമൂഹ്യ ബഹിഷ്കരണം എന്താണ്? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയാണെന്ത്? സാമൂഹ്യ ബഹിഷ്കരണം. അപ്പോൾ നമ്മൾ വീണ്ടും 4 ചോദ്യം പഠിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ്. 7ാമത്തെ ചോദ്യം എന്താണ്? ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഡാഷ് ഊന്നൽ നൽകുന്നു. ഉത്തരം സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. 8ാമത്തെ ചോദ്യം. 2ാം പിന്നോക്ക വർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡാഷ് ആയിരുന്നു? BP മണ്ഡലാണ്. 9ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ ഡാഷ് അനുച്ഛേദം അനുസരിച്ച് ഗവൺമെൻറ് അയിത്തം നിരോധിച്ചു. ഉത്തരം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. ഓക്കെ. അടുത്ത 10ാമത്തെ ചോദ്യം. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയാണ് ഡാഷ്. ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം. അതിലുണ്ടല്ലോ മാറ്റി നിർത്തുക, ബഹിഷ്കരണം, ഓർത്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 10 ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നമ്മുടെ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. പാഴാക്കരുത്. നിങ്ങൾ ഇത് എഴുതി വെച്ച് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് തയ്യാറാക്കി വായിച്ച് പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 11ാമത്തെ ചോദ്യം. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകളാണ് ചോദ്യം. ഉത്തരം എന്താണ്? വേതനം ലഭിക്കാത്ത തൊഴിൽ. ഒരു പ്രത്യേകത എന്താണ്? വേതനം ലഭിക്കാത്ത തൊഴിൽ. വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിൽ. ഈ പാചകം, വൃത്തിയാക്കൽ, കുട്ടികളെ നോക്കലൊക്കെ ഉദ്ദേശിച്ചത്. വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിൽ. സ്ത്രീകൾക്ക് കൂടുതൽ ചുമതല ലഭിക്കുന്നു. പിന്നെ സമൂഹത്തിന് അനിവാര്യമാണ്. സാമ്പത്തികമായി വിലമതിക്കപ്പെടാത്തതാണ്. ഇത്രയാണ് എന്ത്? ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇതൊക്കെയാണ് വേതനം, ശമ്പളം ലഭിക്കാത്ത തൊഴിൽ, അതൊരു പ്രത്യേകത. പിന്നെ വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിലാണ്. വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിൽ 2. അതിന് ഉദാഹരണം പാചകം, വൃത്തിയാക്കൽ, കുട്ടികളെ നോക്കലൊക്കെ എഴുതാം. 3ാമത്തെ സ്ത്രീകൾക്ക് കൂടുതൽ ചുമതല ലഭിക്കുന്നു. പിന്നെ സമൂഹത്തിന് അനിവാര്യമാണ്. പിന്നെ സാമ്പത്തികമായി വിലമതിക്കപ്പെടാത്തത്. ഇത്രയാണ് എന്ത്? ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ. 2 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാത്തതാണ്.
അതുകൊണ്ട് ഇത്തവണ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചോദ്യോത്തരം. ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകളാണ്. ഒന്നെന്താണ്? വേതനം ലഭിക്കാത്ത, വേതനം പറഞ്ഞാൽ ശമ്പളം ലഭിക്കാത്ത തൊഴിലാണ് ഈ ഗാർഹിക അടിസ്ഥാനത്തിലെ തൊഴിലൊരു പ്രത്യേകത. പിന്നെ വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിലാണ്. പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ചുമതല ലഭിക്കുന്ന തൊഴിലാണ്. സമൂഹത്തിന് അനിവാര്യമായ തൊഴിലാണ്. സാമ്പത്തികമായി വിലമതിക്കപ്പെടാത്ത തൊഴിലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 12 ക്വസ്റ്റ്യൻ നമ്പർ 12. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ എന്താണെന്നാണ് ചോദ്യം. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ എന്താണ്? ജോലി കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ ശാസ്ത്രീയ രീതികളും പഠനങ്ങളും ഉപയോഗിക്കുന്ന മാനേജ്മെൻറ്റ് രീതിയാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. എന്താണ്? ജോലി കൂടുതൽ കാര്യക്ഷമമാകാൻ, കാര്യക്ഷമമായി ചെയ്യാൻ ശാസ്ത്രീയ രീതികളും പഠനങ്ങളും ഉപയോഗിക്കുന്ന മാനേജ്മെൻറ്റ് രീതിയാണെന്ത്? ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. അപ്പോൾ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്താണ്? ജോലി കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ ശാസ്ത്രീയ രീതികളും പഠനങ്ങളും ഉപയോഗിക്കുന്ന മാനേജ്മെൻറ്റ് രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. ഇനി അടുത്ത് നോക്കൂ, 13ാമത്തെ ചോദ്യം. പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. നമ്മുടെ ഗവൺമെൻറ് സെക്ടറാണ്, സർക്കാർ ജോലി ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സർക്കാർ നിയന്ത്രണമാണ് ഒരു പ്രത്യേകത. പിന്നെ ജോലി സുരക്ഷ ലഭിക്കും, സർക്കാർ നിയന്ത്രണമുണ്ട്. സ്ഥിരമായ ശമ്പളം, പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. പ്രമോഷൻ ലഭിക്കും. നിശ്ചിത ജോലി സമയമേ ഉള്ളൂ. ഇപ്പോൾ 10 to 5 അങ്ങനെ നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. നിശ്ചിത സമയം ജോലി സുരക്ഷയുണ്ട്, സർക്കാർ നിയന്ത്രണമാണ്, സ്ഥിരമായ ശമ്പളമാണ്, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, പ്രമോഷൻ സാധ്യത, പ്രമോഷൻ നിയമങ്ങൾ, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകളാണ് പഠിക്കുന്നത്. ചോദ്യം നമ്പർ 13. പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? സർക്കാർ നിയന്ത്രണം, ജോലി സുരക്ഷ, സ്ഥിരമായ ശമ്പളം, പെൻഷൻ ആനുകൂല്യങ്ങൾ, പ്രമോഷൻ നിയമങ്ങൾ, നിശ്ചിത ജോലി സമയം. ഇത്രയാണെന്ത്? ഒരു ഗവൺമെൻറ് ജോലിയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് എഴുതി പഠിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 14. വെർച്വൽ വിപണി എന്നാൽ എന്താണ്? വെർച്വൽ വിപണി എന്നാൽ എന്താണ്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ 108 പേജിൽ പറയുന്നുണ്ട് വെർച്വൽ വിപണി എന്നാൽ എന്താണെന്ന്. നമ്മുടെ ചോദ്യം നമ്പർ 14 ടെക്സ്റ്റ് ബുക്കിൽ 108 പറയുന്നുണ്ട് എന്താണ് വെർച്വൽ വിപണി. എന്താ വെർച്വൽ വിപണി? കമ്പ്യൂട്ടറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണിയാണ് വെർച്വൽ വിപണി. പേപ്പർലെസ് ആണ്. അവിടെ പേപ്പറൊന്നുമില്ല, ഒക്കെ സിസ്റ്റമാണ്. പേപ്പർലെസ് മാർക്കറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. വെർച്വൽ വിപണി ഇമ്പോർട്ടൻ്റ് ആണ്. വെർച്വൽ വിപണി എന്താണ്? കമ്പ്യൂട്ടറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണിയെ വിളിക്കുന്ന പേരാണ് വെർച്വൽ വിപണി. പേപ്പർലെസ് മാർക്കറ്റ് ഇംഗ്ലീഷിൽ പറയും. വെർച്വൽ വിപണി എന്താണ്? കമ്പ്യൂട്ടറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണി, ആ പേപ്പർലെസ് മാർക്കറ്റ്, അതിന് വിളിക്കുന്ന പേരാണിത് വെർച്വൽ വിപണി. പേജ് നമ്പർ 108 പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ച് കേട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിക്കണം. അടുത്ത ചോദ്യം നോക്കൂ, 15ാമത്തെ ചോദ്യം. സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കാനാണ്. സംസ്കൃതവൽക്കരണം എന്താണ്? സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കാനാണ് ചോദിച്ചത്. സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കാനാണ്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പേജ് നമ്പർ 85 8-5 ഉത്തരം. കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹ്യ സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹ്യ സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സംസ്കൃതവൽക്കരണം. പേജ് നമ്പർ 85 ഇത് വോയിസ് കേട്ട് എഴുതി വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്കൃതവൽക്കരണം എന്താണ്? താഴ്ന്ന ജാതി കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരെന്താ ചെയ്യുന്നത്? അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നവർ? മേൽജാതിക്കാരുടെ ആചാരങ്ങളും
ജീവിത രീതികളും സാമൂഹിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണെന്ത്? സംസ്കൃതവൽക്കരണം. ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 85 നിങ്ങൾക്ക് ഈ വോയിസ് കേട്ട് എഴുതി വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇപ്പം എന്താ പഠിച്ചത്? സംസ്കൃതവൽക്കരണം പഠിച്ചു. എന്താ സംസ്കൃതവൽക്കരണം? കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് സംസ്കൃതവൽക്കരണം. ഓക്കെ, പിന്നെ എന്തായിരുന്നു? അതിന് മുന്നേ പഠിച്ച നമ്മൾ വെർച്വൽ വിപണി പഠിച്ചു, പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ പഠിച്ചു, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ എന്ത് പഠിച്ചു, ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പഠിച്ചു. ഇതൊക്കെ 2 മാർക്കിന് ചോദ്യമാണ്. അപ്പോൾ 5 ചോദ്യം പഠിച്ചു നമ്മൾ. നേരത്തെ 10 മാർക്കും പഠിച്ചു. ഓക്കെ, അപ്പോൾ 20 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 20 മാർക്ക്. ഓക്കെ, ഏതൊക്കെയാണോ ഓർമ്മയില്ലേ? 11ാമത്തെ ചോദ്യം എന്താണ്? ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞല്ലോ. വേതനം ലഭിക്കാത്ത തൊഴിൽ, വീട്ടിനുള്ളിൽ നടക്കുന്ന തൊഴിൽ, സ്ത്രീകൾക്ക് കൂടുതൽ ചുമതല നൽകുന്ന തൊഴിൽ, സമൂഹത്തിന് അനിവാര്യമായ തൊഴിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പഠിച്ചല്ലോ. എന്താ ശാസ്ത്രീയ മാനേജ്മെൻറ്റ്? ജോലി കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ ശാസ്ത്രീയ രീതികളും പഠനങ്ങളും ഉപയോഗിക്കുന്നതിനാണ് ഉപയോഗിക്കുന്ന മാനേജ്മെൻറ്റാണ് എന്ത്? ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. ദെൻ പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് പറഞ്ഞത്? തൊഴിൽ സുരക്ഷ, സർക്കാർ നിയന്ത്രണം, സ്ഥിരമായ ശമ്പളം, പെൻഷൻ ആനുകൂല്യങ്ങൾ, പ്രൊമോഷൻ നിയമങ്ങൾ, നിശ്ചിത സമയം ജോലി, ഇതൊക്കെ എന്താണ്? അതിൽ ഉൾപ്പെടുന്നതാണ്. പൊതുമേഖല പബ്ലിക് സെക്ടറാണ്, ഗവൺമെൻറ് സെക്ടർ. അത് അങ്ങനത്തെ ജോബിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത 14ാമത്തെ ചോദ്യം വെർച്വൽ വിപണി പഠിച്ചു, പേപ്പർലെസ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. എന്താണ് അത്? പേപ്പർലെസ് മാർക്കറ്റ് എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 108 പേജിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ 108 പേജിൽ പറഞ്ഞു എന്ത്? വെർച്വൽ വിപണി കമ്പ്യൂട്ടറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണി. കമ്പ്യൂട്ടറിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുടെയും സഹായത്തോടെ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിപണി, പേപ്പർലെസ് മാർക്കറ്റ്. അതാണെന്ത്? വെർച്വൽ വിപണി. ഇനി നമ്മളെ 15ാമത്തെ ചോദ്യം എന്താണ്? സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കാനാണ്. കീഴ്ജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹിക പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണെന്ത്? സംസ്കൃതവൽക്കരണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പേജ് നമ്പർ 85 അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് ആവർത്തിച്ച് കേട്ട് നോട്ട് തയ്യാറാക്കി ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 സോഷ്യോളജി പരീക്ഷയിലുണ്ടാവും. ആ രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണിത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിർദ്ദേശവും സഹകരണവും പ്രോത്സാഹനവും എന്നും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു, നമസ്കാരം.